പ്രശസ്ത അമേരിക്കൻ ഗണിതശാസ്ത്രജ്ഞനും സാമ്പത്തിക ശാസ്ത്രത്തിന് നൊബേൽ സമ്മാന ജേതാവുമായ ജോൺ നാഷിൻ്റെ കഥ പറഞ്ഞ് 2001 പുറത്തിറങ്ങിയ അമേരിക്കൻ ബയോഗ്രഫിക്കൽ ഡ്രാമ ചലച്ചിത്രമാണ് എ ബ്യൂട്ടിഫുൾ മൈൻഡ്. റോൺ ഹൊവാർഡ് സംവിധാനം ചെയ്ത ചിത്രത്തിൻ്റെ തിരക്കഥ അഗിവ ഗോൾസ്മാനാണ് നിർവഹിച്ചിരിക്കുന്നത്. സിൽവിയ നാസറിന്റെ ഇതേ പേരിൽ പുറത്തിറങ്ങിയ ബെസ്റ്റ് സെല്ലിംഗ് 1998 പുലിസ്റ്റർ പ്രൈസിനു പരിഗണിച്ച നോവലിനെ ആസ്പദമാക്കി നിർമ്മിച്ച ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ജെയിംസ് ഹോർണറാണ്. റസ്സൽ ക്രോവ് മുഖ്യ കഥാപാത്രം കൈകാര്യം ചെയ്ത ചിത്രത്തിൽ എഡ് ഹാരിസ്, ജെനിഫർ കൊന്നെലി, പോൾ ബെറ്റാനി, ആദം ഗോൾഡ്ബർഗ് എന്നിവർ അഭിനയിക്കുന്നു. പാരാനോയിഡ് സ്കിസോഫ്രീനിയ ബാധിച്ച ജോൺ നാഷിന്റെ കഥ പറയുന്ന ചിത്രം അദ്ദേഹത്തിന്റെ പ്രീസ്റ്റൺ സർവകലാശാലയിലെ ബിരുദ ജീവിതം മുതൽ നൊബേൽ സമ്മാനം നേടുന്നതുവരെയുള്ള കഥ പറയുന്നു. റസ്സൽ ക്രോവിന്റെയും ജെന്നിഫർ കൊന്നെലിയുടെയും മാത്രമല്ല, എല്ലാ നടീനടന്മാരുടെയും ഡയറക്ഷൻ, കളർ മിക്സിംഗ് മികവാലും ചിത്രം ഒരുപടി മുന്നിൽ തന്നെ നിൽക്കുന്നു. 2001 ഡിസംബർ 21 അമേരിക്കയിൽ പ്രദർശനത്തിനെത്തിയ ചിത്രം നിരൂപക പ്രേക്ഷക പ്രശംസകൾ പിടിച്ചുപറ്റി. ആ വർഷത്തെ ഓസ്കാർ അവാർഡുകൾ വാരിക്കൂട്ടിയ എ ബ്യൂട്ടിഫുൾ മൈൻഡ് മികച്ച ചിത്രം, മികച്ച സംവിധായകൻ, മികച്ച സാംശീകരിച്ച തിരക്കഥ, മികച്ച സഹനടി, മികച്ച എഡിറ്റിംഗ് എന്നീ വിഭാഗങ്ങളിൽ പുരസ്കാരങ്ങൾ നേടി. ഇതുകൂടാതെ മികച്ച മേക്കപ്പ് എന്ന വിഭാഗത്തിലും ചിത്രം അക്കാദമി അവാർഡിന് നോമിനേറ്റ് ചെയ്യപ്പെട്ടു. ചിത്രത്തിൽ ആവിഷ്കരിച്ച ജോൺ നാഷിന്റെ ജീവിതത്തിലെ ചില വശങ്ങൾ എ ബ്യൂട്ടിഫുൾ മൈൻഡ് മറച്ചുവെച്ചുവെന്ന നിരൂപക അഭിപ്രായം. എന്നാൽ ജോൺ നാഷിന്റെ ജീവിതത്തിന്റെ അക്ഷരാർത്ഥത്തിലുള്ള പ്രാതിനിധ്യമായിരിക്കുകയില്ല എന്നുള്ള ചലച്ചിത്ര പ്രവർത്തകരുടെ വ്യക്തമാക്കുകൾക്ക് പ്രസക്തി നൽകി. പുരസ്കാരങ്ങളാലും അഭിനയ സംവിധാന മികവാലും വേറിട്ട വിസ്മയം തിരശീലയിൽ കാഴ്ചവെച്ച എ ബ്യൂട്ടിഫുൾ മൈൻഡ് ഇന്നും കാലാതീതമായി മനസ്സുകളിൽ ചേക്കേറിക്കൊണ്ടിരിക്കുന്നു.